എത്ര കിട്ടിയാലും പഠിക്കാത്ത പാകിസ്ഥാൻ ഇപ്പോൾ പരാജയത്തിന്റെ കയ്പു നിർരുചിക്കുകയാണ്. ഇതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിന് നേരെയും പാകിസ്ഥാൻ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നെന്ന് കണ്ടെത്തൽ. പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമം നടത്തിയെങ്കിലും പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെല്ലാം നിഷ്പ്രഭമാക്കിയതായി മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി അറിയിച്ചു. സുവർണ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും ജനവാസ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും സൈന്യം മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ ക്ഷേത്രത്തിന് സമീപം നിരീക്ഷണം ശക്തമാക്കുകയും മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. സുവർണ ക്ഷേത്രത്തിന് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനാൽ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരുന്നതായും അദ്ദേഹം പറയുന്നു. കൂടാതെ പാകിസ്ഥാൻ ആക്രമണങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും സൈന്യം പുറത്തിറക്കിയിട്ടുണ്ട്. ആകാശ് മിസൈൽ L-17 വ്യോമ പ്രതിരോധ തോക്കുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങളെ സൈന്യം നിർവീര്യമാക്കിയത്. എന്തായാലും പഞ്ചാബ് നഗരത്തെയും സുവർണ ക്ഷേത്രത്തെയും സംരക്ഷിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമായിരുന്നുവെന്നാണ് ഡെമോ വ്യക്തമാക്കുന്നത്. അതേസമയം പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയല്ല, ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ നീക്കങ്ങളെന്ന് വെടിനിർത്തലിന് ശേഷം ഇന്ത്യ അറിയിച്ചിരുന്നു. പക്ഷേ പാക് ഡ്രോണുകളും മിസൈലുകളും സാധാരണക്കാരെയും ആരാധനാലയങ്ങളെയുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ പ്രവർത്തികളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.